ഹായ് ഗായ്സ്, ഇന്നൊരു സൺഡേ ആണേ. ഇന്നാണ് ഉച്ചയ്ക്ക് വർക്ക്ഷോപ്പ് ഒന്നും ഇല്ലായിരുന്നു, നമുക്കും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അപ്പം പിന്നെ ഒരു യാത്ര പോയാലാന്ന് വിചാരിച്ചേ. അറിയാലോ, നമ്മൾ കാഞ്ഞിരപ്പള്ളിക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പെട്ടെന്ന് പോകാൻ പറ്റിയ സ്ഥലമാണ് വാഗമണ്ണ്, പരുന്തുംപാറ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പം നമ്മളിന്ന് പോകുന്നത് അങ്ങോട്ടൊക്കെ തന്നെയാണേ. എപ്പോഴും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഈ സ്ഥലങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ അണ്ണച്ചിക്ക് ഈ സ്ഥലങ്ങളോട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണേ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് വാഗമണ്ണ് വഴി തൊടുപുഴയിലേക്ക്. വാഗമണ്ണ് വഴി തൊടുപുഴയിലേക്കാണെങ്കിലും നമ്മൾ വാഗമണ്ണിൽ ഒരു സ്ഥലത്തോട്ടും പോകുന്നില്ലേ. വാഗമണ്ണി വന്നിട്ടുള്ളവർക്കറിയാം, ഈ പുലിയെ കാണുമ്പോഴേക്കും അത് പുലിയാണോ കടുവയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് കാണുമ്പോഴേക്കും അവിടെ നിർത്താതെ പോകുന്നവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു, പിന്നെ ഉപ്പിലിട്ടൊക്കെ വാങ്ങി, പിന്നെ നമ്മൾ യാത്ര തുടർന്നു. പിന്നെ തൊടുപുഴ പുള്ളിക്കാന റോഡ് കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും വിശപ്പായേ. വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. തേങ്ങാച്ചോറും ബീഫ് കറിയും ആയിരുന്നു കേട്ടോ കൊണ്ടുപോയത്. അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര ഇവിടുന്ന് തുടങ്ങുവാണേ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് പുള്ളിക്കാനത്തേക്കാണേ. അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഈ ഫോണിൽ കാണുന്നതിനേക്കാളും അടിപൊളിയാണേ. എവിടെ നോക്കിയാലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫ്രെയിമുകൾ. നമ്മളും കുറച്ച് സമയം അവിടേക്ക് ഇറങ്ങി നിന്നു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ പുള്ളിക്കാനം. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി വഴിയിൽ നിന്ന് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ കാഞ്ഞാറ് പോവുകയാണേ. ഇതാണ് സ്ഥിരം സിനിമാ ലൊക്കേഷനായിട്ടുള്ള കുടയത്തൂർ പാലം. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഈരാറ്റുപേട്ടയൊക്കെ അടുക്കാറായപ്പോഴേക്കും നല്ല മഴയായിരുന്നേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.